വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ചെറുപ്പത്തിലെ തന്നെ ലൈംഗിക പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഒരു പെൺകുട്ടി. വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും ആ ലൈംഗികാതിക്രമം കുട്ടിയെ ബാധിച്ചു. അന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് തന്നെ മുതിർന്നപ്പോഴായിരുന്നു. ഇന്ന് സമാനമായ ക്രൂരതകൾക്ക് ഇരയാകുന്നവർക്ക് വെളിച്ചമായി അവർ മാറിയിരിക്കുകയാണ്. ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന ഫേസ്ബുക്ക് പേജിൽ യുവതി പങ്കുവച്ച കുറിപ്പിങ്ങനെ, ശരിക്കും മനസ്സു മറിയിപ്പിക്കുന്ന കുറിപ്പാണിത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അച്ഛന്റെ സുഹൃത്ത് എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. അച്ഛനൊപ്പം ചെസ് കളിക്കാനാണ് വരുന്നത്. അച്ഛൻ വീട്ടിലെത്താൻ വൈകുന്ന ദിവസം അയാൾ പുറത്ത് കാത്തു നിൽക്കും. അമ്മ അയാൾക്ക് ചായ നൽകും. അപ്പോഴാണ് അത് സംഭവിച്ചിരുന്നത്. അയാൾ എന്റെ പാന്റിനുള്ളിൽ കൈ കടത്തും. അയാളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ എന്നെ കൊണ്ട് സ്പർശിപ്പിക്കും. എന്നെ അത് വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നെങ്കിലും അത് ഒരു ഗെയിമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഈ സമയത്താണ് ഞാൻ ഒരു ബന്ധുവിന്റെ വീട് സന്ദർശിക്കാനായി പോയത്. പക്ഷേ എനിക്ക് പരീക്ഷയുള്ളതിനാൽ വീട്ടിലേക്ക് വേഗം തിരികെ വരണമായിരുന്നു. അന്ന് അമ്മ എന്നെ കൂട്ടാനായി അയാളെ അയച്ചു. വീട്ടിലേക്ക് തിരികെ വരുന്ന വഴിക്ക് വീണ്ടും അത് ആവർത്തിച്ചു. അന്ന് ഞാൻ അമ്മയോട് ഇനി ഒരിക്കലും എന്നെ കൂട്ടിനായി അയാളെ അയക്കരുതെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ കൃത്യമായി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും അയാൾ എന്നെ അസ്വസ്ഥനാക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തി. എന്നാൽ അതിനുശേഷം ഞാൻ അയാളെ കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് അച്ഛനമ്മമാരോട് ചോദിച്ചപ്പോൾ എനിക്കന്ന് കൃത്യമായി വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾ എന്നെ അസ്വസ്ഥനാക്കിയത് അവർക്ക് മനസ്സിലായെന്നാണ് പറഞ്ഞത്. ഞാൻ 11ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് എന്താണ് നേരിട്ടത് എന്നതിന്റെ ഗൗരവം ഉൾക്കൊണ്ടത്. ഞാൻ ലൈംഗിക വേട്ടക്കാരെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചു. ഇതിൽ നിന്നും അയാളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിഞ്ഞു. എന്നാൽ അദ്ദേഹം എന്നെ ഉപദ്രവിച്ചതിന്റെ ഒരു ന്യായീകരണം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. മാനസികമായി അന്ന് ഞാൻ തകർന്നു. അതോടെ ഒന്നും തീർന്നില്ല. കോളേജിൽ ആദ്യ വർഷം പഠിക്കുന്ന സമയത്ത് ഞാനും എന്റെ സുഹൃത്തും കൂടി വഴിയിൽ തെരുവുനായ്ക്ക് ഭക്ഷണം നൽകുകയായിരുന്നു. അന്ന് എന്റെ പിന്നിൽ നിന്നും ഒരാൾ സ്വയംഭോഗം ചെയ്യുന്നത് കണ്ടു. പേടിച്ചു ഞങ്ങൾ ക്യാമ്പസിലേക്ക് ഓടി. അയാൾ പിന്നാലെ ഓടി. അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് തിരികെ എത്താൻ തീരുമാനിച്ചു. അതിനു മുമ്പ് അയാൾക്കെതിരെ പരാതി നൽകി. എന്നാൽ അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടാണ് പോലീസ് പെരുമാറിയത്. അയാൾ മാനസികമായി സുഖമില്ലാത്തയാളാണെങ്കിലോ എന്നാണ് ചോദിച്ചത്. ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടെത്താൻ എന്റെ മാതാപിതാക്കൾ എന്നെ സഹായിച്ചു. എനിക്ക് വിഷാദവും PTSDയും കണ്ടെത്തി. ഒരു ദിവസം 2-3 തവണ ഭ്രാന്തി പിടിക്കാൻ തുടങ്ങി. ഞാൻ മരുന്ന് കഴിച്ചു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ എന്റെ മാതാപിതാക്കൾ ശരിക്കും ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. എന്റെ മാനസികാരോഗ്യം ഇടിഞ്ഞു. ഞാൻ എന്റെ മരുന്നുകൾ അമിതമായി കഴിക്കുകയും 3 ദിവസം ICUവിൽ കഴിയുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ഭേദമായി. പക്ഷെ എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെ നിന്നു. എന്നെ തിരിച്ചു പിടിക്കാൻ സഹായിക്കാനായി അവർ എന്നെ ജയ്പൂരിലേക്ക് കൊണ്ടുപോയി. പിന്നീട് എനിക്ക് കോളേജിനായി നോയിഡയിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചില്ല. 3 മാസം എന്നോടൊപ്പം താമസിക്കാൻ അമ്മ നിർബന്ധിച്ചു. ലൈംഗികാതിക്രമത്തിനും അതിനുശേഷമുള്ള ആഘാതത്തിനും ഇരയായതിനാൽ ഇതിനെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനാൽ ഞാൻ ബ്രേക്ക് ദ സൈലൻസ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയും സ്കൂളുകളിലും അനാഥാലയങ്ങളിലും സർവകലാശാലകളിലും പ്രസംഗിക്കുകയും ചെയ്തു. ക്രമേണ ബ്രേക്ക് ദ സൈലൻസ് ഒരു NGO ആയി വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കുട്ടിക്കും ഈ അവസ്ഥ വരരുത്. ഇത് എന്നിലൂടെ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.